ശ്രീ മഹാദേവി നമോ നമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. ശ്രീമദ് ദേവി മഹാത്മ്യ പഠന ശിബിരത്തിലെ 6ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന്. സപ്തശതീന്യാസത്തോടു കൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം. ഓം അസ്യ ശ്രീ സപ്തശതി സ്തോത്രമഹാമന്ത്രസ്യ ബ്രഹ്മാവിഷ്ണുരുദ്രാർഷയ ഗായത്രിഷ്ണുകനിഷ്ഠവച്ഛന്ദാംസി ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവത രക്തദന്തികാ ദുർഗാം പ്രാമര്യോബീജാനി നന്ദ ശാകംബരി ഭീമ ശക്തയ അഗ്നിർവായു സൂര്യ തത്വാനി ഋഗ്യജുസാമവേദാധ്യാനാനി ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പ്രീത്യർത്ഥേ സർവഭീഷ്ട സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ. ഓം നമഃചണ്ഡികായൈ പ്രഥമചരിതം പ്രഥമോധ്യായ മധുകൈടവധവർണ്ണനം. ഓം അസ്യ ശ്രീ പ്രഥമചരിത്രസ്യ ബ്രഹ്മാർഷി മഹാകാളി ദേവത ഗായത്രീ ചന്ദ നന്ദാശക്തി രക്തന്തികാബീജം അഗ്നിസത്വം ഋഗ്വേദസ്വരൂപം ശ്രീ മഹാകാളി പ്രീത്യർത്ഥേ പ്രഥമചരിത്രജപേ വിനിയോഗ. ധ്യാനം. ഓം ഗഡ്ഗം ചക്രഗതേഷു ചാപപരികാൻ ശൂലംബുശുണ്ടിം ശിര ശംഖം സന്തതതിം കരേ ശ്രതേനാം സർവാംഗഭൂഷാവൃതാം നീലാശ്മദ്യുതി മാസ്യപാദദശകാം സേവേ മഹാകാളികാം യാമസ്സൗ സുപിതേ ഹരൗ കമലജോ ഹന്തും മധും കൈടപം. ഓം ഐം മാർക്കണ്ഡേയോമാജാം സാവർണി സൂര്യതനയോ യോ മനുക്കധ്യദേഷമാ നിശാമയത്തതുൽപത്തിം വിസ്താരാൽ ഗതോ മമ മഹാമായാനുഭാവേന യഥാമന്വന്തരാധിപ സ ബഭൂവ മഹാഭാഗ സാവർണിസനയോരവേ സുരോജിഷയന്തരേ പൂർവം ചൈത്രവംശസമുദ്ഭവ സുരതോ നാമ രാജാഭുൽ സമസ്തേ ക്ഷിതിമണ്ഡലേ തസ്യ പാലായത സമ്യക് പ്രജാപുത്രാനി പൗരസൻ ബുഭൂ ശത്രവോ ഭൂവാ കോലാവിദ്വംസനസദ തസ്യ തൈരപവദ്യുദ്ധം അതിപ്രബലദണ്ഡിന ന്യൂനൈർവസതൈർയുദ്ധേ കോലവിദ്വംസിവിർജിത തതസുബ്രമായാദോ നിജ ദേശാധിപോഭവത് ആക്രാന്തസ മഹാഭാഗ തൈ സദാ പ്രബലാരിപി അമാതേർബലിപർദുഷ്ടേ ദുർബലസ്യ ദുരാത്മവി കോശോപുലം ചാപഹൃതം തത്രാവി സ്വപുരേ തഥാ തതോ മൃഗയം വ്യാജേന ഹൃതസ്വാമ്യസ്യ ഭൂപതി ഏകാംഗീ ഹയമാരുഹ്യ ജഗാമഘനം വനം സ തത്രാശ്രമഭദ്രാക്ഷീത് ദ്വിജവർയസമേതസ പ്രശാന്തശ്വാപതാകീർണം മുനിശിഷ്യോപശോഭിതം തസ്തൗ കഞ്ചിൽ സകാലം ച മുനിനാ തേന സൽകൃത ഇതച്ചേതച്ച വിതരൻ തസ്മിൻ മുനിവരാശ്രമേ സോ ചിന്തയിൽ തഥാ തത്ര മമത്വാകർഷചേതന മൽപൂർവേ പാലിതം പൂർവം മയാ ഹീനം പുരം ഹി തത് മൽഭൃത്തേ സൈരസത്വൃത്തേ ധർമ്മത പാല്യതേ നവ ന ജാനേ സപ്രധാനോ മേ ശൂരഹസ്തേ സദാ മത മമ വൈരിവശം യാത കാൻ ഭോഗാനുപലപ്സ്യതേ യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനേ അനുവൃത്തിം ധ്രുവം തേദ്യ കുർവന്ത്യന്യമഹീവൃതാം അസമ്യക് ശീലസ്തേ കുർവദ്ഭി സതതം വ്യയം സഞ്ചിതസോതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാന്യച്ച സതതം ചിന്തയാമാസ പാർത്ഥിവ തത്ര വിപ്രാശ്രമാഭ്യാശേ വൈഷമേകം ദദർശസ സപൃഷ്ടസ്തേന കസ്ത്വം ഭോ ഹേതുച്ചാഗമനേത്രക സശോക ഇവ കസ്മാൽ ത്വം ദുർമനാ ഇവ ലക്ഷ്യസേ ഇത്യാകർണിവജസ്സസ്യ ഭൂപതേ പ്രണയോതിതം പ്രത്യുവാച സതം വൈശ്യ പ്രശ്രയാവനതോ നൃപം വൈശ്യ ഉവാച സമാധിർനാമ വൈശ്യോഹം ഉൽപ്പന്നോ ധനിനാം കുലേ പുത്രധാരൈർനിരസ്തചതനലോപാത സാധുപി വിഹീനസ്വജനൈർദാരേ പുത്രൈരാദായ മേധനം വനമഭ്യാഗതോ ദുഃഖി നിരസ്തച്ചാബ്ദബന്ധുഭി സോഹം നവേത്മി പുത്രാണാം കുലശാകുലശാത്മികാം പ്രവൃത്തിം സ്വജനാനാം ച ധാരാണാം ചാത്ര സംസ്ഥിത കിം नु തേഷാം ഗൃഹേ ക്ഷേമം അക്ഷേമം കിം नु സാമ്പ്രതം കഥം തേ കിം नु സത്വർത്ത ദുർവൃത്ര കിം नु മേ സുത. രാജോവാച ഏർനിരസ്സോ ഭവാൻ ലുപ്തൈർ പുത്രധാരാദിവൃദ്ധനെ തേഷു കിം ഭവത സ്നേഹം അനുബധ്നാതിമാനസം. വൈശ്യ ഉവാച ഏവമേതല്യതാ പ്രാഹ ഭവാൻ അസ്മൽഗതം വച കിം കരോമി ന
ബധ്നാതി മമ നിഷ്ഠുരതം മന ഈ സന്ധ്യജ്യ പിതൃസ്നേഹം ധനലുബ്ധേർനിരാകൃത പതി സ്വജനഹാർദം ച ഹാർദിത്വേഷേവ മേ മന കിമേതന്നാഭിജാനാമി ജാനന്നപി മഹാമതേ യൽ പ്രേമപ്രവണം ചിത്തം വീണേഷു ഭവന്തുഷു തേഷാം കൃതേ മേ നിശ്വാസോ ദൗർമനസ്യം ച ജായതേ കരോമി കിം യന്നമന തേഷ പ്രീതിഷു നിഷ്ഠുരം. മാർക്കണ്ഡേയ ഉവാച തതസ്ഥൗ സഹിതൗ വിപ്ര തം മുനിം സമുപസ്ഥിതോ സമാധിർനാമ വൈശ്യോസോ സജ പാർത്ഥിവസത്തമാ കൃത്വാ തു തൗ യഥാന്യായം യഥാർഹം തേന സംവിതം ഉപവിഷ്ടൗ കഥാകാംചിൽ ചക്രതുർവൈശ്യപാർത്ഥിവോ രാജോവാച ഭഗവൻ സ്വാമഹം പ്രഷ്ടും ഇച്ഛാമേകം വദസ്വ തത് ദുഃഖായന്മേ മനസ സ്വജിത്തായ തദാം വിന മമത്വം ഗതരാജ്യസ്യ രാജ്യാംഗേഷകിലേഷുപി ജാനതോപി യഥാജ്ഞസ്യ കിമേതന്മുനിസത്തമാ അയം ച നികൃതപുത്രേ ദാരൈർവൃദ്ധേ സദോചിത സ്വജനേന ച സംസ്യക്ത തേഷു ആർദീ തഥാപ്യതി ഏവമേഷ തദാഹം ച ദ്വാവപ്യത്യന്തദുഃഖിതോ ദൃഷ്ടദോഷേ വിവിഷയേ മമത്വാകർഷമാനസോ തൽക്കിമേതന്മഹാഭാഗ യന്മോഹോന്യാനിനോരപി മമാസിച്ഛ ഭവത്യേഷ വിവേകാന്തസ്യ മൂഢത. ഋഷിരുവാച ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോർവിഷയഗോചരേ വിഷയച്ച മഹാഭാഗ യാന്തി ചൈവം പൃഥക് പൃഥക് ദിവാന്ത പ്രാണിന കേജിൽ രാത്രാവന്ത സതാപരേ കേജിദ്ദിവാ തഥാ രാത്രോ പ്രാണിന തുല്യദൃഷ്ടയ. ജ്ഞാനിനോ മനുജാ സത്യം കിം नु തേന ഹി കേവലം യതോ ഹി ജ്ഞാനിന സർവേ പശുപക്ഷി മൃഗാദയ ജ്ഞാനഞ്ച തന്മനുഷ്യാണാം യത്തേഷാം മൃഗപക്ഷിണാം മനുഷ്യാണാം ച യത്തേഷാം തുല്യമന്യത്തതോപയോ. ജ്ഞാനേ അഭിസതി പശ്യൈതാൻ പദം ഗച്ഛാവചണ്ടുഷു കണമോക്ഷാൻ ധൃതാൻ മോഹാത് പീഡ്യമാനാനഭീക്ഷുതാം മാനുഷാ മനുജം വ്യാഘ്ര സാഭിലാഷാസുതാൻ പ്രതി ലോഭാൽ പ്രത്യുപകാരായ നന്യേതാൻ കിം ന പശ്യസി തഥാപി മോദാവർത്തേ മോഹകർത്തേ നിപാതിത മഹാമായ പ്രഭാവേണ സംസാരസ്ഥിതികാരിണ തന്നാത്ര വിസ്മയക്കാര്യോ യോഗനിദ്രാജകൽപതേ മഹാമായാ ഹരേ ചൈഷ തയാ സമ്മോഹ്യതേ ജഗത് ജ്ഞാനിനാമവിചേതാംസി ദേവീ ഭഗവതി ഹി സാ ബലാദാകർഷ്യമോഹായ മഹാമായ പ്രയച്ഛതി. തയാ വിസൃജ്യതേ വിശ്വം ത്രൈലോക്യം സചരാചരം സൈഷാ പ്രസന്നാ വരദ നൃണാം ഭവതി മുക്തയേ സാ വിദ്യാ പരമാമുക്തേ ഹേതുഭൂതാ സനാതനീ സംസാരബന്ധഹേതു ച സൈവ സർവേശ്വരീശ്വരീ. രാജോവാച ഭഗവാൻ കാഹി സാ ദേവി മഹാമായേതി യാം ഭവാൻ ബ്രവീതി കഥമുൽപ്പന്ന സാ കർമ്മസ്യാ ച കിം ദ്വിജ യൽ പ്രഭവാ ച സാ ദേവി യൽ സ്വരൂപാ യദുൽഭവാ തൽസർവം ശ്രോതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിദം വര. ഋഷിരുവാച നിത്യേവ സ ജഗന്മൂർത്തി തയാ സർവമിദം തദം തദാപി തൽസമുൽപത്തി ബഹുധാ ശ്രൂയതാം മമ ദേവാനാം കാര്യസിദ്ധ്യർത്ഥം ആവിർഭവതി സാ യദാ ഉൽപ്പന്നേതി തദാ ലോകേ സാ നിത്യാപ്യഭിധീയതേ യോഗനിദ്രാം യഥാ വിഷ്ണു ജഗത്യേകാർണവീകൃതേ ആസീര്യശേഷമുപജൽ കൽപ്പാന്തേ ഭഗവാൻ പ്രഭുവോ തഥാ ദ്വാവസുരോ ഘോരോ വിഖ്യാതോ മധുകൈടപോ വിഷ്ണുകർണമലോത്ഭൂതോ ഹന്തും ബ്രഹ്മാണമുദ്യതോ സദാഭികമലേ വിഷ്ണു സിതോ ബ്രഹ്മാ പ്രജാപതി ദൃഷ്ട്വാ ത്വാവസുരോ ചോഗ്രോ പ്രസുപ്തം ജനാർദ്ദനം തുഷ്ടാവയോഗനിദ്രാം താം ഏകാഗ്രഹൃദയസ്ഥിത വിബോധനാർത്ഥായ ഹരേ ഹരിനേത്രകൃതാലയാം വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതിസംഹാരകാരിണീം നിദ്രാം ഭഗവതിം വിഷ്ണോ അതുലാം തേജസപ്രഭു. ബ്രഹ്മോവാച ത്വം സ്വാഹാ ത്വം സ്വദാ ത്വം ഹി വഷൽക്കാരസ്വരാത്മിക സുധാ ത്വമക്ഷരേ നിത്യേ തൃഥാമാത്രാത്മികാസിത അർദ്ധമാത്രാസിത നിത്യ യാനുച്ഛാര്യ വിശേഷത ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവി ജനനീ പര. ത്വയേതൽ ധാര്യതേ വിശ്വം ത്വയേതൽ സൃജ്യതേ ജഗത് ത്വയേതൽ പാല്യതേ ദേവി ത്വമത്സ്യന്തേ ച സർവദ. വിസൃഷ്ടൗ സൃഷ്ടിരൂപാ ത്വം സ്ഥിതിരൂപാ ച പാലനേ തഥാ സംഹൃതിരൂപാന്തേ ജഗതോസ്യ ജഗന്മയേ. മഹാവിദ്യ മഹാമായ മഹാമേധാ മഹാസ്മൃതി മഹാമോഹാ ച ഭവതി മഹാദേവി മഹാസുരീ. പ്രകൃതിസ്ത്വം ഈ സർവസ്യ ഗുണത്രയഭാവിനി കാളരാത്രി മഹാരാത്രി മോഹരാത്രി ച ദാരുണ
ത്വം ശ്രീസ്ത്വമീശ്വരീ ത്വം ഹുരീ ത്വം ബുദ്ധിർബോധലക്ഷണ ലജ്ജാപുഷി സദാ തുഷ്ടി ത്വം ശാന്തി ക്ഷാന്തിരേവ ച ഗഡ്ഗിനി ശൂലിനി ഘോര ഗദിനി ചക്രണി തഥാ ശങ്കിനി ചാപിനി ബാണഭുഷുണ്ഡീ പരിഗായുധ സൗമ്യാ സൗമ്യതരാശേഷ സൗമ്യാഭ്യ സതിസുന്ദരീ പരാപരാണാം പരമാ ത്വമേവ പരമേശ്വരീ യച്ഛ കിഞ്ചിൽ ക്വചിത് വസ്തു സസദ്വാകിലാൽപികേ തസ്യ സർവസ്യ യാ ശക്തി സാ ത്വം കിം സൂയതേ തദാ യാ ത്വയാ ജഗൽ സൃഷ്ട ജഗൽപാദാതിയോ ജഗത് സോഭിനിദ്രാവശം നീത കസ്ത്വാം സോതു മഹേശ്വര വിഷ്ണു ശരീരഗ്രഹണം അഹമീശാനമേവ ച കാരിദാസ്തേ യതോദസ്വാം കസ്സോതും ശക്തിമാൻ ഭവേത് സ്വാത്വമിത്തം പ്രഭാവൈസ്വൈ ഉദാരൈർദേവി സംസ്തുത മോഹയൈതൗ ദുരാദർശോ അസുരോ മധുകൈടവോ പ്രബോധം ച ജഗൽ സ്വാമി നിയതാമച്യുതോ ലഘു ബോധച്ച ക്രിയതാമസ്യ ഹന്തുമേതോ മഹാസുരോ ഋഷിരുവാച ഏവം സ്തുതാ തദാ ദേവി താമസീ തത്ര വേദസ വിഷ്ണോ പ്രബോധനാർത്ഥായ നിഹന്തും മധുകൈടവോ നേത്രാസ്യ നാസികാ ബാഹു ഹൃദയേഭ്യസ്തുതോരസ നിർഗമ്യ ദർശനേ തസ്ഥൗ ബ്രഹ്മണോ വ്യക്തജന്മന ഉത്തസ്ഥൗ ച ജഗന്നാഥ തയാ മുക്തോ ജനാർദ്ദന ഏകാർണവേ ഹി ശയനാൽ തദസ ദദൃശേ ച തൗ മധുകൈടവോ ദുരാത്മാനോ അതിവീര്യപരാക്രമോ ക്രോധരക്തേക്ഷണൗ ഹന്തും ബ്രഹ്മാണം ജനിതോദ്യമോ സമുസ്ഥായ സദത്സാഭ്യം വിവിധേ ഭഗവാൻ ഹരി പഞ്ചവർഷസഹസ്രാണി ബാഹുപ്രഹരണോ വിഭോ താവപ്യതിബലോന്മത്തോ മഹാമായാ വിമോഹിതോ ഉക്തവന്തോ വരോസ്മത്തോ വിരയതാമിതി കേശവം ശ്രീഭഗവാനുവാച ഭവേദാമദ്യമേ തുഷ്ടോ മമ മധ്യാവുഭാവഭി കിമന്യേന വരേണാത്ര ഏതാവദ്വിവൃതം മയ ഋഷിരുവാച വഞ്ചിതാഭ്യാമിതി തദാ സർവം ആപോമയം ജഗത് വിലോക്യതാഭ്യാം ഗതിതോ ഭഗവാൻ കമലേക്ഷണ ആവാം ജഹി നയത്രോർവി സലിലേന പരിപ്ലുത ഋഷിരുവാച തദേത്തുക്വാ ഭഗവത ശംഖചക്രഗദാമൃത കൃത്വാ ചക്രേണ വൈ ഛിന്നേ ജയനേ ശിരസി തയോഃ ഏവമേഷാ സമുൽപ്പന്ന ബ്രഹ്മണാ സംസുതാ സ്വയം പ്രഭാവമസ്യാദീമ്യാസു ഭൂയ ശൃണുവതാമി തേ ഐം ഓം ഇതി ശ്രീ മാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ മധുകൈടവവധവർണ്ണനം നാമ പ്രഥമോധ്യായഃ ഇതി പ്രഥമചരിത്രം സമാപ്തം. ശ്രീ ജഗദംബാർപ്പണമസ്തു. 3 ഭാഗങ്ങളായിട്ടുള്ള മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നുള്ള അമ്മയുടെ ഭാവങ്ങളിൽ ആ മഹാകാളി ഭാവത്തിലുള്ള പ്രഥമ ചരിതമാണ് സമർപ്പിക്കപ്പെട്ടത്. ഇനി മധ്യമചരിതമാണ്, അത് 2, 3, 4 അധ്യായങ്ങളാണ്. പിന്നീട് ഉത്തമചരിതം അഥവാ ഉത്തരചരിതം എന്നത് മഹാസരസ്വതി ഭാവമാണ്, അത് 9 അധ്യായങ്ങൾ. അത് നമ്മൾക്ക് ക്രമമായിട്ട് നോക്കാം. ഹരി ഓം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. മഹാദേവി നമോ നമഃ. ഹരി ഓം. ശ്രീ മഹാദേവി നമഃ.